മമ്പലം ഭഗവതി ക്ഷേത്രത്തിൽ കൂറ്റൻ ആൽമരം കടപുഴകി. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. പയ്യന്നൂർ മമ്പലം ഭഗവതി ക്ഷേത്രമുറ്റത്തെ കൂറ്റൻ ആൽമരം കടപുഴകി. ഇന്നലെയോടെയാണ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആൽമരം നിലംപതിച്ചത്. മരം വീണ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിന്റെ ഭാഗവും ഓടിട്ട ഭണ്ഡാരപ്പുരയുടെ മേൽക്കൂരയും തകർന്നു. ക്ഷേത്ര പടിപ്പുരയിലെ കോൺക്രീറ്റ് പന്തലിനും കേടുപാടുണ്ടായി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ട്. ആൽമരത്തിന്റെ അടിഭാഗം പൂർണ്ണമായും ദ്രവിച്ച നിലയിലായിരുന്നു. ഓഡിറ്റോറിയം, ഭണ്ഡാരപ്പുര, ക്ഷേത്ര പടിപ്പുര എന്നിവയ്ക്ക് മുകളിൽ മരം വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി. വിശ്വനാഥൻ, പയ്യന്നൂർ വില്ലേജ് ഓഫീസർ എം. പ്രദീപൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ആരാധനാ കേന്ദ്രത്തിൻ്റെ ഐശ്വര്യങ്ങളുടെ ഭാഗമാണ് ഈ ആലും അരയാലും അതുപോലെയുള്ള വൻമരങ്ങളെല്ലാം. അത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വേദനാനിർഭരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു അപായമില്ലാത്ത നിലയിൽ അത് പൊരിഞ്ഞു വീണു എന്നുള്ളതാണ് ഒരു സമാധാനം നൽകുന്ന കാര്യം. കാരണം ധാരാളം കുട്ടികൾ, ഞങ്ങളൊക്കെ പൂരക്കളി ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ കരാട്ട ക്ലാസ് നടക്കുന്നൊരു സ്ഥലമാണ്. അമ്പലം ക്ഷേത്രത്തിലെ ഏറ്റവും അതിൻ്റെ ഒരു പ്രകൃതി ഗംഭീരമായിട്ടുള്ള ഒന്നാണ് ഈ ആല്. ആളപായം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. തൊട്ടടുത്ത വയലിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ അവിടെ വെള്ളമായതിനാൽ ആൽമര ചുവട്ടിലാണ് ഇപ്പോൾ കളിക്കാറുള്ളത്. അവധി ദിവസമായതിനാൽ നിരവധി കുട്ടികൾ ശനിയാഴ്ച പന്തുകളിയിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ മരം വീണത് നേരത്തെയായത് ഭാഗ്യമെന്ന് നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും പറഞ്ഞു. ഓഡിറ്റോറിയത്തിൽ തൈക്കൊണ്ടോ പരിശീലനം നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ് പരിശീലനം. അവധി ദിവസങ്ങളിൽ രാവിലെയും പരിശീലനം ഉണ്ടാകാറുണ്ട്. എന്നാൽ ശനിയാഴ്ച പരിശീലനം ഉണ്ടായിരുന്നില്ല. തൈക്കൊണ്ടോ പരിശീലനത്തിൽ 40ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.